അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വ അബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ സൂറത്തുൽ ബഖറയിലെ 177 വചനത്തിൽ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇബ്നുസ് സബീൽ ആര്, അതുകൊണ്ട് ഉദ്ദേശം എന്തുകൊണ്ട് ആ പ്രയോഗം വന്നു തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇബ്നു സബീലിനുള്ള അവകാശങ്ങൾ, അർഹതകൾ, ഇസ്ലാം ആ വിഷയത്തിൽ എത്ര മഹനീയം എന്ന് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഈ തുടർച്ചയിൽ മറ്റൊരു വിഭാഗമാണ് വസ്സായിലീൻ എന്നുള്ളത്. എന്താണ് അസ്സായിലീൻ എന്നത് അർത്ഥമാക്കുന്നതും തേടുന്നതും? അതാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ തുടർന്ന് ആദ്യം പഠിക്കാനുള്ളത്. വസ്സായിലീൻ എന്നുള്ളത് അസ്സായിൽ എന്നതിൻ്റെ ബഹുവചനമാണ്. സായിൽ ചോദിക്കുന്നവനാണ്. സുആൽ ചോദ്യം, തലബുൽ ഹാജ ആവശ്യം, ആവശ്യപ്പെടൽ. അപ്പോൾ തൻ്റെ ആവശ്യം ആവശ്യപ്പെട്ട് ചോദിച്ചു വരുന്നവൻ, അതാണ് സായിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ ആട്ടിപ്പായിക്കരുത് എന്ന്, ദൂരപ്പെടുത്തരുത് എന്ന്. ഇവിടെ വസ്സായിലീൻ ചോദിച്ചു വരുന്നവൻ അല്ലെങ്കിൽ ചോദിച്ചു വരുന്നവർ. യഥാർത്ഥ പുണ്യവും യഥാർത്ഥ പുണ്യാളനും ആര്? വആതൽ മാല അലാ ഹുബ്ബിഹി, സ്വത്തിനോട് ഇഷ്ടവും സ്വാർത്ഥതയും ഉണ്ടായിട്ടും ചോദിച്ചു വരുന്നവർക്കും അത് നൽകുന്നവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ വാവുൽ അത്ഫ്. അസായിലീൻ എന്നുള്ളത് സായിൽ എന്നതിൻ്റെ ബഹുവചനം, ചോദിച്ച് വരുന്നവർ. ചോദിച്ചു വരുന്നവർ എല്ലാവരും ഒരുപോലെയല്ല. ദാരിദ്ര്യം കാരണത്താൽ, കാലക്കെടുതി കാരണത്താൽ, സമ്പാദിക്കുവാനുള്ള അശക്തത കാരണത്താൽ ചോദിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നവരുണ്ടാകും. അനാവശ്യ യാചനയും ചോദ്യവും അത് വേറെയാണ്. അനിവാര്യതയിൽ ചോദ്യവും യാചനയും അത് മറ്റൊരു കാര്യമാണ്. ചിലപ്പോൾ ദാരിദ്ര്യാവസ്ഥയിൽ പതിതമായി അല്ലെങ്കിൽ ശാരീരിക അവശതയാൽ പതിതമായി, കാലക്കെടുതിയാൽ പൊറുതിമുട്ടി ആളുകൾ ഉള്ളവരോട് ചോദിക്കാൻ വിധിക്കപ്പെടും. അത്തരം ആളുകൾക്ക് അവരുടെ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് ചോദിക്കൽ ദീൻ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു വരുന്നവരെ മാനിക്കുവാനും പരിഗണിക്കുവാനും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു, ചോദിക്കുന്നവർ ഒരിക്കലും സ്വന്തത്തെ അപമാനിതമാക്കാവതല്ല. അത് ചോദിക്കുന്നതിൻ്റെ ഒരു ഷർത്താണ്. മറ്റൊന്ന്, ചോദ്യം അലട്ടി ബുദ്ധിമുട്ടിക്കും വിധം ചോദിക്കുക, അത് പാടുള്ളതല്ല. പിന്നെ മൂന്നാമതൊരു കാര്യം, ചോദിക്കപ്പെടുന്നവൻ ഒരിക്കലും ദ്രോഹിക്കപ്പെട്ടുകൂടാ. ചോദിക്കപ്പെടുന്നവനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് പല നിലക്കുണ്ട്. ചിലപ്പോൾ ചോദിക്കുന്നവൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പ്രേരിതമാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിൽ വെച്ച് സദസ്സിൽ വെച്ചൊക്കെ ചോദിക്കുമ്പോൾ ആ സദസ്യരെ വിചാരിച്ച് കൊടുക്കാൻ വിധിക്കപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ വരും വിധമുള്ള ചോദ്യം പാടുള്ളതല്ല. അതില്ലാതെ മാന്യമായ നിലക്ക് ചോദിക്കുന്നവൻ്റെ മാന്യതയും ആരോട് ചോദിക്കുന്നവൻ അവൻ്റെ മാന്യതയും പരിഗണിക്കൽ പ്രധാനമാണ്. ചില പണ്ഡിതന്മാർ അത് ഈ 3 കാര്യങ്ങൾ ഒരു ഷർത്തായി പറഞ്ഞിട്ടാണ് ചോദിക്കൽ, യാചിക്കൽ ആകാം എന്ന് പറഞ്ഞത്. ഇവിടെ ചോദിച്ചു വരുന്നവർ അവർ അർഹരാണെങ്കിൽ അവരെ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ ഒരു വചനം അറിയിക്കുന്നത്. യഥാർത്ഥ പുണ്യം അല്ലെങ്കിൽ യഥാർത്ഥ പുണ്യാളൻ ആരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, വസായിലീൻ അവർ സ്വത്തുകൊണ്ട് പരിഗണിക്കപ്പെടേണ്ടവരാണെന്ന് അറിയിക്കുമ്പോൾ, ഇവിടെ ചോദ്യകർത്താക്കളുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്.
ചോദിക്കുന്നവരെല്ലാം ഒരുപോലെയല്ല. ചോദിക്കുന്നവരിൽ അതിന് അനുവാദമുള്ളവരുണ്ട്, അനുവാദമില്ലാത്തവരും അപമാനിതരാകുന്നവരും ഉണ്ട്. അർഹരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ ദീനിൽ വകവെച്ച ഒരു വിഷയമാണ്.